ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ 78 ഡ്രൈവർ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് സ്ഥിര നിയമനമാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സോ അതിന് അവർ ചോദിക്കുന്ന എലിജിബിലിറ്റി, യോഗ്യത എന്താണ്, ഇതിന്റെ എക്സാം പാറ്റേൺസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ലാംഗ്വേജിലാണ് എക്സാം വരുന്നത്, എവിടെയാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്, ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 19,900 ടു 63,200 വരെയാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. ലെവൽ 2 മെട്രിക്സിലാണ് വരുന്നത്. അതുകൂടാതെ ഒരു ഗ്രേഡ് പേ 1900 ഒക്കെ വരുന്നുണ്ട്. ഇനി ഇതിന്റെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ടോട്ടലി 78 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഉത്തർപ്രദേശ് സർക്കിളിന് കീഴിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഉത്തർപ്രദേശ് സർക്കിളിന് കീഴിലെ വിവിധ ഡിവിഷനുകളിലായിട്ടാണ് ഈ 78 വേക്കൻസീസ് വന്നിട്ടുള്ളത്. നമുക്കറിയാം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. സോ ഇനീഷ്യലി ഇത്രയും വേക്കൻസീസ് യു പിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമുക്കറിയാം യു പി പോസ്റ്റൽ ഡിവിഷൻ നമ്മുടെ ത്രൂ ഔട്ട് ഇന്ത്യയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഇൻ ഫ്യൂച്ചർ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നേടി നമുക്ക്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലാണ് നിങ്ങളുടെ നാടെങ്കിൽ കേരളത്തിലേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. കാരണം കേന്ദ്ര സർക്കാർ ജോലിയാണ്, നമുക്ക് കേരളത്തിലൊക്കെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. സോ ഇൻ ഫ്യൂച്ചർ ട്രാൻസ്ഫർ കാര്യങ്ങൾ വാങ്ങി നമ്മുടെ കേരളത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു പി ഡിവിഷനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഒ ബി സി കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും, അതേപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും, സെൻട്രൽ ഗവൺമെന്റ് സർവൻസിന് അപ് ടു 40 ഇയേഴ്സും, അതേപോലെ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് മാക്സിമം 3 വർഷം വരെയും ഒക്കെ ഏജ് റിലാക്സേഷനും ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് SSLC ആണ്, പാസ് ഇൻ 10th സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. അതുകൂടാതെ ഡ്രൈവർ ജോലി ആയതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഒരു ക്വാളിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അത് ലൈറ്റ് വെഹിക്കിൾസിനും ഹെവി മോട്ടോർ വെഹിക്കിൾസിനുമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം, അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. വാഹനത്തിൽ വരുന്ന ചെറിയ തകരാറ് കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി അതിന്റെ ഇഷ്യൂ കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് അറിയണം. അങ്ങനത്തെ ഒരു ബേസിക് നോളജ് മാത്രമാണ് ഈ ഒരു നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസത്തിൽ അവർ പറയുന്നത്. അതുകൂടാതെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾസിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹോം ഗാർഡോ സിവിൽ വോളണ്ടിയേഴ്സ് ഒക്കെ ആയിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഡിസൈറബിൾ ആണ്. അത് നിർബന്ധം പറയുന്നില്ല, അഭിലഷണീയമാണ് എന്നൊരു കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇനി ഇതിന്റെ എക്സാം പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ 2 ഘട്ടമായിട്ടാണ് ഇതിന്റെ എക്സാംസ് വരുന്നത്. സ്റ്റേജ് 1 വരുന്നത് ഒരു തിയറി ടെസ്റ്റ് ആയിരിക്കും. 80 മാർക്കിനുള്ള ഒരു തിയറി ടെസ്റ്റ് ആയിരിക്കും വരിക. അതിൽ ജനറൽ നോളജ് ഉണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഉണ്ടാവും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ടാവും, മോട്ടോർ മെക്കാനിസം അതായത് വാഹന സംബന്ധമായതും ട്രാഫിക് റൂൾസ് സംബന്ധമായതും സിഗ്നൽസ് ആൻഡ് റെഗുലേഷൻ സംബന്ധമായ ചോദ്യങ്ങളുമാണ് ഈ ഒരു സ്റ്റേജ് 1 ടെസ്റ്റിൽ ഉണ്ടാവുക. അതിന് നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 2 വരുന്നത്. സ്റ്റേജ് 2 ടെസ്റ്റ് ഫോർ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം ഡ്രൈവിംഗ്, അതൊരു പ്രാക്ടിക്കൽ ടെസ്റ്റിനാണ് വരിക. അത് 20 മാർക്കിനുള്ള ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും വരിക. ഈ തിയറി ടെസ്റ്റിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 80 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും. ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 4 പാർട്ടായിട്ടാണ് ചോദ്യങ്ങൾ വരിക. ഞാൻ പറഞ്ഞു ജനറൽ നോളജിൽ നിന്നുണ്ടാവും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നുണ്ടാവും. കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറയുന്നുണ്ട് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യം വരിക. GKയിൽ നിന്ന് കറന്റ് ഇവന്റ്സ് അതായത് കറന്റ് അഫയേഴ്സിൽ നിന്നുണ്ടാവും, സ്പോർട്സ്, പ്ലേഡ് ഇൻ ഇന്ത്യ. ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നൊരു കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. സ്റ്റേജ് 2 ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിഫക്ട്സ്, ക്യാരി ഔട്ട് മൈനർ റിപ്പയർസ്, ചേഞ്ചിങ് ഓഫ് വീൽസ്, ഇൻഫ്ലേഷൻ ഓഫ് വീൽസ് കറക്റ്റ്ലി, അതുപോലെ സിൻക്രോ സ്പീഡ് ആൻഡ് ഗിയർ, സിൻക്രോ ക്ലച്ച് ആൻഡ് ആക്സിലേറ്റർ, കൺട്രോൾ ഓഫ് വെഹിക്കിൾ ആൻഡ് സ്റ്റിയറിംഗ്, റിവേഴ്സിംഗ്, ഡ്രൈവിംഗ് സംബന്ധമായ കാര്യങ്ങളാണ് ആ ഒരു സ്റ്റേജ് 2 ചെക്ക് ചെയ്യുക എന്നൊരു കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കുക.
ഇനി ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോസ്റ്റൽ വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത്. രജിസ്റ്റേർഡ് പോസ്റ്റോ സ്പീഡ് പോസ്റ്റോ വഴി മാത്രം അയച്ചാലേ അവരത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളൊരു അപേക്ഷ ഫീസ് വരുന്നുണ്ട്, ഒരു 100 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. അത് നിങ്ങൾ പോസ്റ്റൽ ഓർഡർ ആയിട്ട് വാങ്ങണം. ഇൻ ഫേവർ ഓഫ് ആരുടെ പേരിലാണെന്ന് വെച്ചാൽ മാനേജർ മെയിൽ മോട്ടോർ സർവീസ് കാൻപൂർ, പേയബിൾ അറ്റ് കാൻപൂർ ഹെഡ് ഓഫീസ്. ഈ ഒരു പേരിൽ 100 രൂപയുടെ ഒരു ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറിന്റെ ഒരു എമൗണ്ടും കൂടി നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വെക്കണം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക എന്ന് വെച്ചാൽ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ഈ ഒരു നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. ദയവായി വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കയറിയാൽ അതിന്റെ ഒരു ലിങ്ക്, എൻ്റെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഒരു ലിങ്കിൽ കയറി ജോയിൻ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തത്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫോട്ടോ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് ആണ് പറയുന്നത്. ആ ഒരു കാര്യം ഈ പോസ്റ്റൽ ഓർഡർ ഒഴികെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഫോട്ടോസ്റ്റാറ്റ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോസ്റ്റാറ്റ്, അതേപോലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ മാർക്ക് ഷീറ്റ്, 10th മാർക്ക് ഷീറ്റ് ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് ആണ്. അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവരൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ അവൈലബിൾ ആണ്. ആ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ വാങ്ങേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ ഒരു വലിയൊരു എൻവലപ്പ് A4 സൈസ് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു എൻവലപ്പ് എടുക്കുക. എൻവലപ്പിന്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് ഡ്രൈവർ ഇൻ UP സർക്കിൾ എന്ന് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതുക. അത് അയക്കേണ്ട അഡ്രസ്സ് വരുന്നത് മാനേജർ ബ്രാക്കറ്റിൽ GRA മെയിൽ മോട്ടോർ സർവീസ് കാൺപൂർ GPO കോമ്പൗണ്ട് കാൺപൂർ, പിൻകോഡ് വരുന്നത് 208001 ഉത്തർപ്രദേശ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 16/2/2024 ആണ്. ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്, കാരണം തപാൽ വഴി അയക്കാനുള്ളതാണ്. മാക്സിമം പെട്ടെന്ന് എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ അയക്കാനായിട്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആധാർ നമ്പർ, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ആണ്. നിങ്ങൾ ഏത് സംവരണ വിഭാഗത്തിൽ, അത് സംവരണ വിഭാഗത്തിലുള്ളവർക്കാണ് വരുന്നത്. നിങ്ങൾ ഏത് സംവരണ വിഭാഗത്തിൽ പെടുന്ന കാൻഡിഡേറ്റ്സ് ആണോ അതിനനുസരിച്ചിട്ടുള്ള ഈ ഒരു പേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ വേണം നിങ്ങൾ അതിന്റെ ഒരു ബന്ധപ്പെട്ട അധികാരിയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്ത് വാങ്ങാനായിട്ട്. സോ ഇത്രയും കാര്യമാണ് മെയിൻ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എല്ലാ കാര്യങ്ങളും ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക. കാരണം ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഈ ഒരു ഇൻഫോർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.